ശുക്രനെ കുറിച്ച് നമുക്ക് കുറച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. സപ്തർഷികളിൽ ബ്രഹ്മർഷിയുടെ പുത്രനാണ് ശുക്രൻ. ഇദ്ദേഹത്തിന് ഭാർഗവൻ, ശുക്രാചാര്യൻ, വെള്ളി എന്നീ പേരുകളും ഉണ്ട്. ഇദ്ദേഹമാണ് അസുരന്മാരുടെ ആചാര്യ പദവി അലങ്കരിക്കുന്നത്. 1000 ആണ്ടുകാലം കഠിനമായി തപസ്സനുഷ്ഠിച്ച് ഇദ്ദേഹം ശ്രീ പരമേശ്വരനിൽ നിന്ന് മൃതസഞ്ജീവനി മന്ത്രം ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. ദേവഗുരുവായ ബൃഹസ്പതിയുമായി എപ്പോഴും ശത്രുത പുലർത്തുന്ന വെള്ളി സൂര്യനോടും ചന്ദ്രനോടും കൂറു പുലർത്താത്ത ഗ്രഹമാണ്. ശുക്രൻ ശനിയുടെയും ബുധന്റെയും മിത്രമാണ്. പുരുഷന് ഭാര്യ ഉണ്ടാകുന്നതിനും യുവതിക്ക് ഭർത്താവുണ്ടാകുന്നതിനും ശുക്രദശാകാലം വളരെ സഹായകമാണ്. വാഹനയോഗം, ഭവനയോഗം, ഉദ്യോഗലാഭം, സ്ഥാനക്കയറ്റം, വളർത്തുമൃഗങ്ങളെ വാങ്ങുവാനുള്ള യോഗം, സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കുവാനുള്ള യോഗം എന്നീ നല്ല അനുഭവങ്ങൾ ശുക്രദശാവേളയിൽ ഉണ്ടാകുന്നതാണ്. ശുക്രദശാകാലത്ത് മറ്റുള്ള പാപഗ്രഹങ്ങൾ ആധിപത്യം ചെലുത്തുമ്പോൾ അനുഭവ ദോഷങ്ങൾ ഉണ്ടായേക്കുവാൻ സാധ്യതകളുണ്ട്. അവയെ നിവാരണം ചെയ്യുവാനുള്ള ചില എളുപ്പമാർഗങ്ങൾ നമുക്ക് നോക്കാം. ശുക്രഗ്രഹം പാപസ്ഥാനത്ത് ദുഷ്ടഗ്രഹങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ ദിവസവും ബ്രാഹ്മ മുഹൂർത്തത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നിർമാല്യ ദർശനം നടത്തുന്നത് വളരെ ഫലപ്രദമാണ്. അതോടെ ഗ്രഹദോഷങ്ങൾ തീരുന്നതാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചെന്ന് ശുക്ര വിഗ്രഹത്തിൽ താമരദളങ്ങളാൽ അർച്ചന നടത്തിക്കുന്നതും അമരപ്പയറ്, ഉപ്പ്, കുരുമുളക് എന്നിവ കലർത്തിവെച്ച് ശുക്രനെ ആരാധിക്കുന്നതും ഗ്രഹപീഠകൾ മാറുന്നതിന് ഫലപ്രദമാണ്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഗൃഹം, വ്യാപാര സ്ഥാപനം എന്നിവ കഴുകി വൃത്തിയാക്കി വെറ്റില, പാക്ക്, പഴവർഗ്ഗങ്ങൾ, മധുര പലഹാരങ്ങൾ എന്നിവ വച്ച് പൂജിച്ച് അഷ്ടഗന്ധം, സാമ്പ്രാണി എന്നിവ പുകച്ച് ഭഗവാനെ ആരാധിച്ച് ആ പ്രസാദം മറ്റുള്ളവർക്ക് വിതരണം ചെയ്താൽ സകലവിധ ഗ്രഹദോഷങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ്. അതുപോലെ ദിവസവും രാത്രിയിൽ 21 അമരവിത്തുകൾ ഒരു വെള്ള തുണിയിൽ കിഴിയായി കെട്ടി തലയിണയ്ക്കടിയിൽ വയ്ക്കുക. അടുത്ത ദിവസം രാവിലെ അതെടുത്ത് സൂക്ഷിക്കുക. ഇപ്രകാരം തുടർച്ചയായി 9 ദിവസം ചെയ്യുക. 10ാം ദിവസം ആ അമരപ്പയർ വേവിച്ച് തലയ്ക്കൊഴിഞ്ഞ് കാക്കകൾക്ക് വിതറിക്കൊടുത്തിട്ട് ക്ഷേത്ര ദർശനം നടത്തുക. ശുക്രഗ്രഹ പീഠകളകന്ന് സമ്പദ് സമൃദ്ധി ഉണ്ടാകുന്നതാണ്. വെളുത്ത പട്ട്, വെള്ളി വിഗ്രഹം, പണക്കിഴി ഇവയിൽ ഏതെങ്കിലും ഒന്ന് യഥാശക്തി വെള്ളിയാഴ്ച ദിവസം ക്ഷേത്രം ശാന്തിക്കാരന് ദാനമായി നൽകിയാലും ശുക്രഗ്രഹദോഷം അകലുന്നതാണ്. മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുകയും വേണം.